പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ തെളിദീപം തെളിലിൽ നിറയുന്നു. ചേട്ടൻ പോയല്ലോ, ചേട്ടത്തിയമ്മ വന്നല്ലോ, ഇന്ന് നമ്മൾ കുളിക്കുമല്ലോ. പരിപാടി മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇതെന്തോന്ന് വേട്ടയ്യനാ? വേട്ടയ്യനല്ല, വേട്ടാവളിയൻ. നീ എവിടെ പോണടാ? മീനെ കുളിപ്പിക്കാൻ പോണം. വെള്ളത്തിൽ കിടക്കണ മീനെ നീ എന്താ കുളിപ്പിക്കണത്? വെള്ളത്തിൽ കിടക്കണ മീനല്ല, എന്റെ ഭാര്യ മീനാക്ഷിയെ കുളിപ്പിക്കാൻ പോണെന്ന്. അയ്യ, കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിന് കുളിക്കാൻ വെള്ളവും കൊണ്ട് വേണം. നോക്ക്, ഒരു കാര്യം കേൾക്കണം. ഇവന് ചോറിന്റെ കൂടെ പൊരിച്ച മീന് കൊടുത്താലേ അത് മറച്ചിട്ട് തിന്നാൻ മടിച്ചിട്ട് ഒരു സൈഡ് മാത്രം പോണവനാണ്. അവന്റെ പെണ്ടാട്ടിക്ക് കുളിക്കാൻ വെള്ളവും കൊണ്ട് പോണോ നിനക്ക്? കുളിപ്പിച്ചു കൊടുക്കണല്ലോ, വെള്ളമല്ല കൊണ്ട് കൊടുക്കണം. നീ പോയി കുളിപ്പിച്ച് നോക്കടാ, നീ കുളിപ്പിച്ച് നോക്ക്. ഞാൻ ഒരു കാര്യം പറയാം, അവനവന് കുളിക്കേണ്ട വെള്ളം അവനവൻ എടുത്തോണ്ട് പോണം. അതാണ് ഈ വടക്കേത്തറ വീട്ടിലെ ചരിത്രം. ഈ വടക്കേത്തറ ജാനകിയെ നീ വെറും വടക്കേത്തറയാക്കലടാ മോനെ. തിരിച്ചുകൊണ്ട് ഒഴിയടാ, തിരിച്ചുകൊണ്ട് ഒഴിയടാ. എന്താടാ ഇവിടെ ബഹളം? എന്താ ഇവിടെ ബഹളം? ഞാൻ മീനൊന്ന് കുളിക്കാനായിട്ട് വെള്ളം കോരിക്കൊണ്ട് പോയപ്പോ അമ്മ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് തിരിച്ചൊഴിക്കായി. അത് പിന്നെ ഈ വീട്ടിലെ കുടുംബനാഥൻ ആരാണ്? ഞാനല്ലേ? അപ്പൊ ഞാൻ പറയുന്നല്ലേ കാര്യം. ഒരു കാര്യം ചെയ്, അമ്മ പറഞ്ഞ പോലെ നീ അത് തിരിച്ചൊഴിക്ക്. ഞാനീ കുഴപ്പമില്ലല്ലോ, ഇത് പോരെ? കുറച്ചുകൂടെ കലിപ്പാവായിരുന്നു. എന്റെ മാക്സിമം ഞാൻ തൽക്കാലം മതി. അല്ല, ഞാൻ പറയുന്ന നീ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ അച്ഛ വീട്ടിൽ പൊറുതിക്കും പോയി ഒരാഴ്ച കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് കയറി വന്നതും പോരാ, അവന്റെ പെണ്ടാട്ടിക്ക് കുളിക്കാൻ അവൻ വെള്ളം കൊണ്ട് പോയിരിക്കും.